അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ അറിയാത്ത അറിവ് എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മുടെ അറിയാത്ത അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന ഇൽമ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ അറിയാത്ത അറിവുകളിൽ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്താണ്. ധാരാളം മഹത്വമുള്ളൊരു സൂറത്താണ്. നിങ്ങൾ കേൾക്കാത്ത പല മഹത്വങ്ങളുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിലെ 1/3 സ്ഥാനത്താണ്. 3 ഇഖ്ലാസ് സൂറത്ത് ഓതിയ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാണ്. രണ്ടാമത്തെ ഒരു മഹത്വം എന്ന് പറയുന്നത്, ഈ സൂറത്ത് എപ്പോഴും നമ്മൾ ഓതുന്നവരാണെങ്കിൽ പരിശുദ്ധ ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും. വഴി തെറ്റിപ്പോകൂല എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു മഹത്വമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു സ്വഹാബി വര്യൻ പറഞ്ഞു, നബിയേ, സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ അതിനെ ഇഷ്ടം വെക്കുന്നുണ്ടോ? എങ്കിൽ നിന്നെ അത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ കടത്താൻ കഴിവുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു നമുക്ക് ഓതാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു മഹത്വമാണ്, ഇതിൽ ഈ സൂറത്തിൽ ഇഹലോകത്തെക്കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല. പരലോകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വസ്തുക്കളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആഖിറ വിജയത്തിന് പറ്റുന്നൊരു സൂറത്താണ്. അള്ളാഹു ഇത് ഓതാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ദാരിദ്ര്യം പറഞ്ഞു. ഫഖറുണ്ട് നബിയെ, വല്ലാത്ത ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എപ്പോൾ പുറത്തു പോയി വീട്ടിലേക്ക് കയറിയാലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുമെന്നാണ്. ആ ഓതാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ മാറി, ദാരിദ്ര്യം മാറി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരുടെ ദാരിദ്ര്യവും മാറിയെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. അത്ര മഹത്വമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ചെത്തുമ്പോഴും ഒരു സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ കയറാൻ നേരത്തെ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു മഹത്വമാണ്, ഒരാൾ ബിസ്മി ഓതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ആത്മാർത്ഥമായിട്ട് ഓതിയാൽ അദ്ദേഹത്തിൻ്റെ 600 വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് ഹദീസിൽ വന്നതായി കാണാം. അള്ളാഹു നമുക്കിത് പാരായണം ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു മഹത്വക്കൾ രേഖപ്പെടുത്തുന്നു, എന്നും ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് സുബഹിക്ക് ശേഷം 11 പ്രാവശ്യം ഓതുകയാണ്, അന്നത്തെ ദിവസം അദ്ദേഹം ദോഷം ചെയ്യുകയില്ല എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും വരുന്ന ഏറ്റവും വലിയ പ്രയാസം തെറ്റുകൾ വന്നു പോകുക എന്നുള്ളതാണ്. ആ തെറ്റുകളെ തടയുന്ന ഒരു സൂറത്താണത്. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞൊരു 11 പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓതാൻ കഴിയുന്നതാണ്. ആ സൂറത്ത് ഓതിയാൽ ശൈത്താന് പരമാവധി അവനെ ഇടങ്ങേറാക്കാൻ നോക്കിയാലും അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരാതെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്ലീസിന് വല്ലാത്ത പ്രയാസമുള്ളൊരു സമയമാണ്. ആ സമയത്ത് ഒരു 11 പ്രാവശ്യം എന്ന് ഓതാ എന്നുള്ളത്. ഇനി ഒരാൾ സുബഹിക്ക് ശേഷം ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാലോ അദ്ദേഹത്തിന് അള്ളാഹു 50 സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്ന ആൾ, ആ സിദ്ദീഖീങ്ങളെ പ്രതിഫലം 50 സിദ്ദീഖീങ്ങളുടെ പ്രതിഫലം അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രേഖപ്പെടുത്തുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ്. ഇനിയും ധാരാളം മഹത്വമുണ്ട്. 10ാമത്തെ മഹത്വം, യാത്ര ചെയ്യുമ്പോൾ, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ 2 പടിവാതിക്കൽ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആ ഡോറിൻ്റെ 2 വാതിൽക്കയും പിടിച്ചിട്ട് ഒരു 11 വട്ടം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ
അവൻ്റെ യാത്രയിൽ മുഴുവൻ അവനക്ക് പ്രൊട്ടക്ഷനായിരിക്കും. അവനക്ക് ആ യാത്ര കഴിഞ്ഞു വരുന്നത് വരെ അപകടങ്ങളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട്, പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. പിന്നെയും മഹത്വം പറയുന്നു, ഒരാൾ 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു ദിവസം മോദിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലൊരു മണിമാളിക, സ്വർഗത്തിലൊരു കൊട്ടാരം പണിതു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. ഇനിയോ ഒരാൾ എന്നും 10 പ്രാവശ്യം നിസ്കാരശേഷം അത് പതിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഏത് കവാടങ്ങളിലൂടെ വേണമെങ്കിലും അവനക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നോ മഹത്തുക്കൾ പറയുകയാണ്. 20ഓളം പേരുകൾ സൂറത്തുൽ ഇഖ്ലാസിനുണ്ട്. അത് തന്നെ പേരുകൾ കൂടുന്നതിനനുസരിച്ച് മഹത്തുക്കൾ പറയുന്നു മഹത്വങ്ങളും കൂടുമെന്നാണ്. കഴിഞ്ഞില്ല, ഒരാൾക്ക് മൗത്തിൻ്റെ രോഗമെത്തിയാൽ, മരണാസന്നനായി കിടക്കുന്ന രോഗശൈലിയാണ്, ആ സമയത്ത് ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനക്ക് ഖബറിൽ ആ സൂറത്തുൽ ഇഖ്ലാസ് രക്ഷയായി എത്തും. ഖബറിലെ ഫിത്നകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുമെന്നാണ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട്, നബിയേ, ഞാൻ ധാരാളം പാപം ചെയ്തിട്ടുണ്ട് നബിയേ, എനിക്കൊരു വഴി പറഞ്ഞു തരണം പാപമോചനത്തിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഇഖ്ലാസ് സൂറത്ത് അധികരിപ്പിച്ചാൽ നിന്റെ പാപങ്ങളൊക്കെ പൊറുക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ അറിയാത്ത അറിവുകളിൽ നിന്ന് സ്വായത്തമാക്കിയ ഇൽമ ജീവിതത്തിൽ പകർത്തി ഖുർആനുമായി നല്ല ബന്ധമുണ്ടാക്കി സന്തോഷകരമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ അറിവുകളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.